ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സംഗതികളും ഒന്നുമില്ല വീട്ടിൽ. അപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. അപ്പോൾ റോയിച്ചും പറഞ്ഞൊരു കാര്യം ചെയ്യുക, എന്നൊന്നും ഉണ്ടാക്കണ്ട, രാവിലെ വേറൊരു കട്ടൻ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ രാവിലെ തന്നെ പോയി വാങ്ങിക്കാൻ പോയപ്പം നമുക്ക് ആര്യാസിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആര്യാസിൽ പോയി ഭക്ഷണം കഴിച്ച് അത് നെയ് റോസ്റ്റും എന്ത് പറഞ്ഞാലും അതൊരു പ്രത്യേക വൈബാണ്. നെയ് റോസ്റ്റും റെഡ് ചമ്മന്തിയൊക്കെ വൈറ്റ് ചമ്മന്തിയൊക്കെ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മുടെ വടക്കഞ്ചേരിയിൽ റിലയൻസിൽ പോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അരി മുതൽ പച്ചരി മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഉപ്പ് കടക്, കാരണം ഒരു മാസമായിട്ട് ഞങ്ങൾ അവധിക്ക് പോയേക്കുമല്ലായിരുന്നു വീട്ടിൽ. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. മീനും പോർക്കിറച്ചിയും കോഴിയിറച്ചിയാണ് വാങ്ങിച്ചത്. ഇതെല്ലാം ഞങ്ങൾ കഴുകി, ആദ്യമേ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതെല്ലാം ഒന്ന് എടുത്ത് ഫ്രീസറിൽ കയറ്റി വെക്കും. ഇതെല്ലാം ഇന്നൊന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം ഉച്ചയ്ക്ക് ഞാനൊരു ചെറിയ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് കൈമ റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ മീനെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉപ്പും മഞ്ഞളും പച്ചമുളകും എല്ലാം തിരുമ്മി അതെല്ലാം റെഡിയാക്കി ഫ്രീസറിൽ കയറ്റി വെച്ച് പിന്നീട് പന്നിയിറച്ചി എടുത്ത് നോക്കിയപ്പോൾ അത് നുറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് ഫെലിക്സ് എനിക്ക് നുറുക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പന്നിയിറച്ചിയും ഒക്കെ ഒന്ന് നുറുക്കി അതെല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാം ചെയ്തു വെച്ചു. ആ സമയം ഞാൻ പെട്ടെന്ന് ചിക്കനൊക്കെ ഒന്ന് വറുക്കാനിട്ടു അതിൻ്റെ ഇടയ്ക്ക് തന്നെ, അല്ലെങ്കിൽ അതൊന്നും തീരത്തില്ലല്ലോ, ഉച്ചയ്ക്ക് ചോറിനുണ്ട് നമുക്ക്. പിന്നെ പന്നിയിറച്ചിയുടെ മസാലകളായത് ചൂടാക്കിയെന്ന് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കും പന്നിയിറച്ചിക്ക്. അപ്പോൾ പന്നിയിറച്ചിക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അങ്ങ് തിരുമ്മി വെക്കണം അത്. പിന്നെ അത് പന്നിയിറച്ചിയുടെ മസാലകളെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തിരുമ്മി കറിവേപ്പിലയും ഇട്ട് ഈ ചൂടാക്കിയ മസാലയും കൂടി ഇട്ട് തിരുമ്മി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് പന്നിയിറച്ചി ഉണ്ടാക്കുമ്പം. അങ്ങനെ ഞങ്ങളുടെ ചിക്കനും സവോളയെല്ലാം ഫിയോണയിട്ട സവോള എല്ലാം അരിഞ്ഞ് എല്ലാം വഴറ്റിയെടുത്തോളൂ പെട്ടെന്ന്. അതെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കൈമ റൈസും ഇട്ട് ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം കേട്ടോ. നല്ലൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക്. ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേനും ഫെലിക്സിൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് വന്നു, ആദ്യക്കുട്ടനെയും കൂടി ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ആദ്യക്കുട്ടനും കൂടെ ഉണ്ടായിരുന്നു ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വ്ളോഗിൽ കാണുന്നോടും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.